നമ്മുടെ പുതിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നു. ഖത്തർ MBM, ഫുൾ ഓഫ് ഖത്തർ MBM. It's going down. It's going down, 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 down. എല്ലാവർക്കും നമസ്കാരം. അൺനോൺ ഡെസ്റ്റിനേഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം MBMന്റെ ഗ്യാരേജിലാണ്. നമ്മുടെ വണ്ടി ബാക്കിലൂടെ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒത്തിരി ഇക്കാമാരിങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ കണ്ടോണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം MBMന്റെ ജാക്ക് വാഷ്, വാക്യൂം, മാനുവൽ വാഷ്, ഗ്യാരേജ്, മെക്കാനിക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ MBMന്റെ വണ്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിക്കുന്നത്. പക്ഷേ ലക്ഷറി ഒത്തിരി സർവീസുകളുണ്ട്, എല്ലാ വണ്ടിക്കുള്ള സർവീസുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഖത്തറിൽ തന്നെ 3-4 സർവീസ് സെന്റേഴ്സ് ഉള്ളൂ ഇങ്ങനെ. അതിൽ ഒരെണ്ണം MBMന്റെ ആണ്. അനസ് അല്ലേ? ഈ കാണാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഏതെങ്കിലും വീഡിയോയിലൊക്കെ. കട വീട് എവിടെയാ? പെരുമ്പാവൂരിലെ നമ്മുടെ നസീർക്കാടെ വീടിന്റെ അടുത്താണ്. സൗണ്ട് ക്ലാരിറ്റി ചിലപ്പോൾ കുറവായിരിക്കും, കാരണം ബായി ഇങ്ങനെ നിന്ന് അടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നു. ഖത്തർ MBM, ഫുൾ ഓഫ് ഖത്തർ MBM. നിതിൻ ഭായ്, ഹൗ ആർ യു? ഇക്കടെ പേരനാക്കാ? ഇവിടുത്തെ എന്തായിട്ടാ വർക്ക് ചെയ്യണേ? പർപ്പിൾ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പർപ്പിൾ ഐലൻഡ്. ഇവിടെ ഈ നദീം ബായിക്കൊന്നും ഒരു സാധനം അറിയാൻ പാടില്ല. ഷാജൻ ഓഫീസ് പോയിട്ടല്ലേ? എത്ര കൊല്ലായി? 4 വർഷമായില്ലേ? ഓക്കെ. അതിന്റെ അത് നോക്കിയിട്ട് കിട്ടണ രീതിയിൽ എടുത്തായി. ഫ്രണ്ട് ചെയ്ത് പോക്കോ. നദീം ഭായ് ഇതെങ്ങനെ ഓണാക്കണേ? ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്പ്രിന്റർ. അപ്പൊ ഏത് വണ്ടി എടുത്താലും ആയെന്നും പറയാറുള്ളത് സീറ്റ് ബെൽറ്റ് മുഖ്യം. നദീം ഭായ് എന്നോട് പറഞ്ഞതേ ഇവിടെ ഭയങ്കര സെറ്റപ്പാന്നാണ്. കണ്ട് പുള്ളി കുണന്നാണ് എന്നെ അകത്തേക്ക്. പാർക്ക് ബ്രേക്ക് മതിച്ച ഹാൻഡ് ബ്രേക്ക് ഒക്കെയാണ് ഇതിന്റെ. മാറിക്കോ. അപ്പൊ ഇതിന്റെ പൈലറ്റിനെ കിട്ടിയിട്ടുണ്ട്. വിക്കാ പറഞ്ഞോ. ഇത് മെഴ്സിഡീസ് ബെൻസിന്റെ സ്പ്രിന്റർ എന്ന് പറഞ്ഞ വാഹനമാണ്. ഇത് ലക്ഷറി വെഹിക്കിളിൽ പെട്ടതാണ്. എന്തുകൊണ്ടാലും ഭയങ്കര ഒരു സെറ്റപ്പാണ്. ആരും വണ്ടി ഓടിച്ചോണ്ട് വീഡിയോ എടുക്കരുത്. ഇത് ഗ്യാരേജിന്റെ അകത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത്. കണ്ടില്ലേ, ബെൻസ് MBM കമ്പനിയുടെ കോൺട്രാക്ട് വർക്കിന് വേണ്ടി ഓടുന്നതാണ്. ഇതിപ്പോ കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇവിടെ ആ കമ്പനിയുടെ പല സ്റ്റിക്കറുകളും ഉണ്ട്. പക്ഷെ പേരും കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല, കാരണം അവരുടെ ബിസിനസിന് ബാധിക്കും അത്. അപ്പൊ എന്ത് പറഞ്ഞാലും നമ്മുടെ വണ്ടി അവിടെ കഴി ഏകദേശം തീരാറായി. പോളിഷ് ഒക്കെ ഇട്ട് തുടങ്ങി. സൈഡൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളി മിറർ. അതിനതാ അതെയോ? ആ സെറ്റപ്പ് എന്താ പറഞ്ഞാലും പറഞ്ഞില്ലേ. ഇതുണ്ടോ, നമ്മളിപ്പോ നിലവിൽ ഞാനിപ്പോ കൂടുതൽ ആക്സിൽ ത്രോട്ടിൽ ചെയ്തപ്പോൾ അവരെ വാണിംഗ് ചെയ്തു അല്ലേ. ഞാൻ അടുത്ത വണ്ടി. ഈ വണ്ടി നല്ല നീറ്റ് ആയിട്ടല്ല കിടക്കണേ. ഇക്കടെ പേരനാക്കാ? എത്ര കൊല്ലായി ഇവിടെ MBM? ഈ വണ്ടി ഓടിച്ചോണ്ട് നടക്കുവാണ് 9 കൊല്ലമായിട്ട്. വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാമോ? പവർ ഉണ്ട്. എക്സ്ട്രാ ബ്രേക്ക് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണോ? ആയിക്കോട്ടെ. ആ വണ്ടി മാനുവലായിരുന്നു ബെൻസിന്റെ. ഓക്കെ, ശരി എന്നാ. കണ്ടില്ല, സന്തോഷം. ഉണ്ടോ നമ്മുടെ വണ്ടി അവിടെ കിടക്കണോ? നദീംഭായി അതിന്റെ ചോട്ടിന്ന് മാറില്ല, കാരണം പുള്ളി അതെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സർവീസ് സെന്റർ ആയതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. ബാക്കിയുള്ള സർവീസ് സെന്ററൊക്കെ ഞാൻ ഒത്തിരി പോയിട്ടുള്ളതാണ്. അവിടത്തേക്ക് അനുഭവങ്ങൾ ഒത്തിരി ഉള്ളതാണ്. പകുതി നോക്കൂല, പകുതി കേൾക്കൂല. അപ്പൊ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്തു തന്നെ. നമ്മുടെ ബായ് ഇവിടെ തുടക്കണുണ്ട്. നമ്മുടെ MBM ഖത്തർ ഫുൾ ഓഫ് MBM ആണ്. ഫ്രണ്ടിലും ഖത്തർ MBM എഴുതാണ്ടില്ലേ. ഫുൾ അവർ ചെക്ക് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ടയർ പോളിഷ് ആണോ? ഇതൊക്കെ ലക്ഷറി ടയർ പോളിഷാലോ? ഡാഷ് പോളിഷ് അല്ലേ? വേഗം ഈക്കാനപ്പോ കണ്ട് വർക്കറല്ലോ എല്ലാരും. എഞ്ചിന്റെ കവർ വെച്ച് ആ കവർ ഒന്ന് ക്ലീൻ ചെയ്തേക്ക്. പേരനാ? വീട് എവിടെയാ? ഹംസ വല്ലത്താണോ? വല്ലത്ത്. വീട് വല്ലത്തല്ലേ? പെരുമ്പാവൂർ വല്ലത്തല്ലേ? അപ്പൊ വണ്ടിയുടെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു. രതീഷേട്ടാ, കട പേരനായിരുന്നു? നസീർ വല്ലം അല്ലേ? സൗത്ത് വല്ലോ? പെരുമ്പാവൂരല്ലേ? നസീർക്കായാണ് ഈ സാധനത്തിന് നെറ്റ് തന്നു. അന്ന് ഒരു മണ്ടത്തരം കാണിച്ച് കട്ട് ചെയ്താണ്. അതിലൊക്കെ വേറൊരു കഥ. ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്ത് നല്ല പക്കയാക്കിയുണ്ട്. വണ്ടി എങ്ങനെ കമ്പനിന്ന് എനിക്ക് തന്നോ ആ സെറ്റപ്പായി. ബൈ ന്യൂ ബ്രാൻഡ് ന്യൂ. ഇവിടെ നമ്മുടെ ഖത്തർ MBM ഉണ്ട്. What is the arrangement? Arrangement is okay because from India you started, you went to the Dubai, Abu Dhabi, then you Saudi, then Bahrain, then Kuwait,
Then Qatar. Now you are in a Qatar. Yeah. Who is official partner? Qatar MBM. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നാണ് ഇത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഖത്തർ MBM നമ്മുടെ സ്പോൺസർ സഞ്ചാരി. വണ്ടി പുത്തൻ വണ്ടി വാങ്ങണ പോലെ ഷൈനിങ്ങിലേക്ക് ആക്കി തന്നിട്ടുണ്ട് ഇവര്. മാനേജർ താങ്ക് യു. ഇതിന്റെ മെയിൻ മാനേജർ സുഖമില്ലാണ്ട് ഇപ്പൊ വീട്ടിലേക്ക് പോയ പുള്ളി അകത്ത് കിടക്കണോ പാവം സുഖമില്ലാന്ന് പറഞ്ഞു. അതാണ് ഞാൻ കാണിക്കാത്തത്. അവിടെയൊക്കെ വെള്ളം ഇമ്മ പൊങ്ങി ചാർന്നുണ്ടോ. പിന്നെ ഇവിടെ ഞാൻ ഡ്രോൺ ഷോട്ട് കൊടുത്തായിരുന്നു. പക്ഷെ ഡ്രോൺ വേറെ വഴിക്ക് പോയി, കാറ്റടിച്ചോണ്ട് പോയി. അപ്പൊ ഭയങ്കര കാറ്റാണ്, ഇറക്കാൻ പറഞ്ഞ് മെസ്സേജ് കണ്ടു. ഇറക്കാൻ ഒരു അരമണിക്കൂർ കഷ്ടപ്പെട്ട് ഇറക്കി ഞാൻ. ഇതിന്റെ അടി വരെ എനിക്ക് പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയുണ്ട്. ഗ്രില്ലൊക്കെ പോളിഷ് ചെയ്തു. ഇവിടെ ആൾക്കാർ കയറി ചവിട്ടി എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെ സർവീസ് സെന്റർ എല്ലാ സംഭവം ഉണ്ട്. വാഷിങ്, ക്ലീനിങ്, പോളിഷിങ് എല്ലാ സെറ്റപ്പും ഉണ്ട്. അകത്തൊക്കെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്, സെറ്റപ്പ് ആയിട്ടിരിക്കണോ. എവിടെ നോക്കിയാലും ഖത്തർ MBM. മിക്കവാറും ഒന്ന് പർപ്പിൾ ഐലൻഡ് പോകാൻ ചാൻസ് കുറവാണ്. കാരണം സമയം ഏകദേശം നല്ല രീതിയിൽ വൈകി. വണ്ടി ക്ലീൻ ആയി കിട്ടി. Straight. Welcome. ഫുള്ള് ഓഫ് റോഡാണ് ഇവിടെ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഓഫ് റോഡ്. വണ്ടി കഴുകിയിട്ട് വന്നോളൂ, എന്നിട്ടും ഓഫ് റോഡാണ് കിട്ടിയിരിക്കുന്നത്. മറ്റേ വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. വെള്ളത്തിൽ കാണുന്ന ജെറ്റ് സ്കീ അങ്ങനെയുള്ള പരിപാടികൾ ഉള്ളതാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര വിഷ്വലി ഭംഗിയാണ്, വിഷ്വൽ ബ്യൂട്ടിയാണ് നമ്മളീ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽക്കോർ ദ്വീപിലാണ്. അൽക്കോർ ദ്വീപ് എന്ന് പറയുമ്പോൾ ജസ്രത്ത് ബിൻ ഖാനം എന്നും പർപ്പിൾ ദ്വീപ് എന്നും പറയുന്ന ദ്വീപാണിത്. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഭയ്യ പറയുന്നത്. ബ്ലൂ ക്രാബ. ഇവിടെ പഴയ അവരുടെ പരമ്പര ഉള്ള കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. ജസ്രത്ത് ബിൻ ഖാനം പർപ്പിൾ ഐലൻഡ് കൺസർവേഷൻ പ്രൊജക്റ്റോ. ഇത്തിരി പ്രൊജക്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളുള്ള ദ്വീപാണെന്നാണ് ഇവർ പറയുന്നത്. നദീം ഭായ്, ഹൗ ഇസ് ഇറ്റ്? നദീം ഭായ് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. വെരി എവിടെ ഈ ദോഹയിൽ ജീവിക്കുന്ന നദീം ഭായിക്ക് എന്ത് ഫാറ്? ഓ, ഒരു തണ്ടൽ ഫോറസ്റ്റ് പോലെയാണ് ഏകദേശം ഇരിക്കുന്നതും സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് ദോഹയുടെ അങ്ങേയറ്റമാണ്. ഇസ് ഇറ്റ് അൽക്കോർ? അപ്പൊ അവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഖത്തറിന്റെ ഒരു മൂല. നദീമായിക്ക് മലയാളം പറയുന്ന ഒന്നും മനസ്സിലാവുള്ളതാണ്. നദീമായി ഗോദർ നമുക്ക് ഇതിൽ കൂടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി. ഹിയർ സ്റ്റെപ്പ് ഇസ് ഹിയർ, നോ പ്രോബ്ലം. ഇതിന്റെ അകത്തോടെ നടന്നു പോകാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പോകണില്ല. നമ്മുടെ വണ്ടി അവിടെ ലൈറ്റ് കത്തിച്ചിട്ടുണ്ടോ. ഐ ഡോണ്ട് നോ വേർ ഇസ് എ പർപ്പിൾ ദ്വീപ് എന്ന് പറഞ്ഞിട്ട് പർപ്പിൾ ഇല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഖത്തറിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള അൽക്കോർ മുനിസിപ്പാലിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവര് ടൂറിസത്തിന് വേണ്ടി തന്നെ ആൾക്കാരെ ആകാംക്ഷിപ്പിക്കാൻ വേണ്ടി തന്നെ ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതും ഈ തണ്ടൽ ഫോറസ്റ്റിലേക്ക് ഇറങ്ങുന്ന വഴിയൊക്കെ. ഇതൊക്കെ ഇവിടെ ഉള്ള നാച്ചുറൽ ബ്യൂട്ടിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നത് സൺസെറ്റ് കഴിഞ്ഞിട്ടാണ്. ഇല്ല നദീം ഭായ്, വി മിസ്ഡ് സൺസെറ്റ്. വൈ BC 2-ാം സഹപാഠത്തിൽ ആരോപിപ്പിക്കുന്ന പുരാതന നല്ല കാറ്റും നാച്ചുറൽ ബ്യൂട്ടി. പിന്നെ ഈ ദ്വീപില് പല അധിനിവേശ കാലഘട്ടങ്ങളുണ്ട്. 2000 മുതൽ 1900 വരെ അധിനിവേശ കാലങ്ങളുടെ സാധനങ്ങൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്. തലസ്ഥാനമായ ദോഹയിൽ നിന്നും 50 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. നല്ല കാറ്റാണ് അടിക്കുന്നത്, നല്ല കാറ്റ് വീശുന്നു. പിന്നെ ഞാൻ വന്നത് ഏകദേശം ഒരു 6-6:30 ടൈമിലാണ്. കണ്ടില്ലേ, നല്ല വ്യൂ ആണ്. വാട്ട് ഇസ് ദാറ്റ്? അൽബേദ് സ്റ്റേഡിയം ഫോർ ഫിഫ. നമ്മുടെ വേൾഡ് കപ്പ് നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. ടെന്റ് സ്റ്റേഡിയം. ടെന്റ് രൂപത്തിലുള്ള സ്റ്റേഡിയം ആണത്. 1.67 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഐലൻഡാണിത്. എന്ത് പറഞ്ഞാലും ഇവർ ഈ സംഭവങ്ങളൊക്കെ ചെയ്തേക്കുന്നത് വുഡ് ആൻഡ് ആർട്ടും കൊണ്ടാണ്. വെച്ചാൽ വുഡാണിത്, ഇരുമ്പും ഫൈബറും ഒന്നുമല്ല, ഫുള്ള് വുഡാണ്. വുഡിൽ ചെയ്തേക്കുന്നതാണ് ഇത്രയും വരുന്ന ഈ തണ്ടൽക്കാട്ടിക്കോണം നമ്മൾക്ക് ഇങ്ങനെ നടക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഓരോരോ പരിപാടികളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു പാലം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല കാറ്റുണ്ട്, വിൻഡ് സൗണ്ട് നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8.5 മീറ്റർ ഉയരമുള്ള ചുണ്ണാമ്പ് കല്ല് ഇവിടെ കാണാൻ പറ്റും നമുക്ക്. അത് നമുക്ക് നോക്കാം അങ്ങോട്ട്. ഇത് ഇൻഫർമേഷൻസ് ആണ്. കളുടെ ഷെല്ലുകളും
പിന്നെ ഇവിടെ പുരാവസ്തു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണിത്. പുരാവസ്തു ഗവേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തണ്ടൽക്കാടിന്റെ അകത്ത്, ഈ പർപ്പിൾ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. എന്ത് പറഞ്ഞാലും പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 300-400 മീറ്റർ വന്നു. പിന്നെ വേറൊരു കാര്യം, ഒരു അബദ്ധം പറ്റി. ഇന്ന് വണ്ടി കഴുകാൻ പോയതായിരുന്നു. വണ്ടി കഴുകാൻ പോയിട്ട് സമയം ഒരു 2-3 മണിക്കൂർ എടുത്തു. കാരണം എംബിയന്റെ തന്നെ ഓട്ടോമൊബൈൽ സെന്റർ ആയതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്താണ് തന്നേക്കുന്നത്. അത് കാരണം ഒരു 3-3.5 മണിക്കൂർ ലൈറ്റ് ആയി. അപ്പൊ ഇവിടെ ഞാൻ ഒരു ദിവസം ഡേ വരുന്നതാണ്, നൈറ്റാണ് വരുന്നത്. കാരണം ലൈറ്റിംഗ് ഫുള്ള് തീർന്നു. അപ്പൊ അത് കാരണം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. തണ്ടൽക്കാടിന്റെ ഒരു എപ്പിസോഡും കൂടെ എന്റെ ചാനലിൽ വരുന്നതായിരിക്കും. നമുക്ക് ഡെയിലി വന്നിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യാം. അതൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള നല്ല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. Bye bye.